നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം 11ാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മഹാഭാരതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇത് സമൂഹം നേരിടുന്ന ഒരു വലിയ വിപത്ത്, അതിനെക്കുറിച്ചൊന്ന് ആ വിപത്തിലേക്കൊന്ന് എത്തി നോക്കുവാൻ ഈ ഭാഗത്തിന് തുടക്കം നമുക്കൊന്ന് പോകാം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന ചില വാർത്തകൾ. ആ വാർത്തകൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാകാറുണ്ട്. പക്ഷെ പുതിയ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ കേട്ട, കണ്ട, വായിച്ച ആ പഴയ വാർത്തകൾ, അവയുടെ ആയുസ് കേവലം നിമിഷങ്ങളോ മണിക്കൂറുകളോ കുറച്ച് ദിവസങ്ങളോ ഒക്കെയായി മാറും. പിന്നീട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ചിന്ത അതിലേക്ക് വീണ്ടും വരിക. നമുക്കറിയാം, ഒരു ബാല്യകാലം പൂർത്തിയാകാത്ത കൗമാര കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ കുഞ്ഞുമക്കളുടെ ആത്മഹത്യാ വാർത്തകൾ ഇന്ന് നമ്മളെ വേദനിപ്പിക്കുന്നു. സ്വയം ഇല്ലാതാകുന്ന പ്രക്രിയകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സമീപകാലത്ത് നമ്മൾ കാണുന്നത് ഇനിയും എത്രയോ വർഷങ്ങൾ ഈ മണ്ണിൽ ജീവിച്ച്, നമുക്കറിയാം, ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്നത് കുറേ നിയോഗങ്ങൾ ചെയ്യാൻ പ്രാപ്തനായിക്കൊണ്ടാണ്. പക്ഷെ അവരുടെ ആ കർമ്മങ്ങളൊന്നും ചെയ്യാതെ വളരെ ചെറിയ പ്രായത്തിൽ സ്വന്തം ജീവിതം ഭോഗിക്കുന്ന നമ്മുടെ മക്കൾ, ആ പ്രത്യാഘാതത്തിലേക്ക് അല്ലെങ്കിൽ ആ വിപത്തിലേക്ക് നമ്മുടെ സമൂഹം ഉണരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കും. ലഹരിക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയുമൊക്കെ നമ്മൾ ഉണർന്നെഴുന്നേറ്റതുപോലെ ഈ വിപത്തിലേക്കും നമ്മൾ ഉണർന്നേ മതിയാകും. അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും. നമുക്കറിയാം, പഴയ കൂട്ടുകുടുംബ സമ്പ്രദായം സഹിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും ഒക്കെ കഴിഞ്ഞിരുന്ന ആ പഴയ കൂട്ടുകുടുംബം, ആ കാലഘട്ടത്തേക്കൊന്നും ഇനി നമുക്ക് പോരാൻ സാധിക്കില്ല. തിരക്ക് പിടിച്ച ഒരു ജീവിത കാലഘട്ടമാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നമുക്ക് എങ്ങനെ ഈ വിപത്തിനെതിരെ ഉണർന്നെഴുന്നേൽക്കാം എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കണം. അതിൻ്റെ പ്രവൃത്തികൾ നടക്കണം. ജന്മനിലയ്ക്ക് നമ്മുടെ കുഞ്ഞുമക്കളോടൊപ്പം കുറച്ചു നേരം അവരുടെ വിശേഷങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുവാൻ, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയാത്ത രക്ഷാകർത്താക്കളാണ് ഇത് നാമൊക്കെ. അതുപോലെ തന്നെ ഓരോ മതവും തന്നിട്ടുള്ള കുറേ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ പൂർവികരും അതിനെക്കുറിച്ച് മുഴുവനായി തന്നെ അറിവുള്ളവരാണ്. നമ്മളും കുറച്ചൊക്കെ അറിവ് കിട്ടിയവരാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ആ അറിവുകൾ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് ആ പഴയ ദൃഢത കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചാൽ, അവരെ അല്പസമയം ചേർത്ത് പിടിച്ചാൽ, അവരുടെ വിഷമങ്ങൾ ആരാഞ്ഞാൽ, അവരോടൊപ്പം നമ്മളുണ്ട് എന്ന ചിന്ത അവർക്ക് കൊടുത്താൽ സംശയമില്ല, ഒരു കുഞ്ഞും ആത്മഹത്യ ചെയ്യില്ല. ഈ വിഷയത്തിലേക്ക്, അതായത് പഴയ കാലത്തിലേക്കൊന്നും നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ലെങ്കിലും ആ പഴയ കാലത്തിൻ്റെ നല്ല ശീലങ്ങൾ തിരക്ക് പിടിച്ച ഭൗതിക ജീവിതത്തിലേക്ക് കുറച്ചൊക്കെ കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രത്യാഘാതം വളരെ ഭയാനകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ചിന്ത പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഇവിടെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. മഹാഭാരതത്തിലേക്ക് നമുക്ക് കടക്കാം, തിരികെ പ്രവേശിക്കാം. സമാന അവസ്ഥയിൽപ്പെട്ട രണ്ട് പിതാക്കന്മാരുടെ, ധൃതരാഷ്ട്രരുടെയും വസുദേവൻ്റെയും വിശേഷങ്ങളുമായാണ് കഴിഞ്ഞ ഭാഗം കടന്നുപോയത്. നാമൊക്കെ നേടുന്ന വിജയം കുടുംബജീവിതത്തിലും കർമ്മ മേഖലകളിലും നാം വിജയം നേടാറുണ്ട്. ഈ വിജയം നേടുമ്പോൾ നമ്മുടെ ചിന്ത, ഈ വിജയം എൻ്റെ കഴിവാണ്, എൻ്റെ മാത്രം കഴിവാണ് എന്നൊരു ചിന്തയാണ് നമ്മുടെ ഇടയിലേക്ക് വരാം. ആ വിജയമല്ല, പരാജയമാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ ആശ്വാസത്തിനായി ഉടൻ ദേവാലയങ്ങളിൽ പോകുന്നവരെ നമ്മൾ. അപ്പോൾ വിജയത്തിൻ്റെ അവകാശി നമ്മൾ മാത്രവും പരാജയത്തിൻ്റെ കാരണം ഈശ്വരൻ, ആ ചിന്ത പുലർത്തുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം എവിടെ നേരിടുന്ന കർമ്മരംഗത്ത് നേടുന്ന പ്രശസ്തി, പദവി, പ്രമോഷനുകൾ, കുടുംബജീവിതത്തിൽ നേടുന്ന സാമ്പത്തിക അഭിവൃദ്ധി, സന്തോഷകരമായ കുടുംബം, ഇതിനൊക്കെ
നമ്മളെ അവകാശിയാക്കുന്നത് ഈശ്വരൻ്റെ അദൃശ്യമായ സാന്നിധ്യമാണ്. മഹാഭാരതം ഒട്ടേറെ കഥാസന്ദർഭങ്ങളിലൂടെ ഇത് നമ്മളെ കാണിച്ചു തരികയാണ്. അതിലെ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുമായി ഈ ലക്കം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോകുകയാണ്. യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ സഹായം തേടിക്കൊണ്ട് ദുര്യോധനും അർജുനും ദ്വാരകയിലേക്ക് കടന്നു ചെല്ലും. ഭഗവാനെ സംബന്ധിച്ച് ഇരുകൂട്ടരും ബന്ധുക്കളാണ്. പാണ്ഡവരുടെ മാതാവായ കുന്തിദേവി ഭഗവാന്റെ പിതാവായ വസുദേവൻ്റെ സഹോദരി. ഭഗവാന്റെ സഹോദരിയായ സുഭദ്ര അർജുനൻ്റെ പത്നി. ദുര്യോധന പുത്രിയായിക്കൊള്ളട്ടെ ഭഗവാന്റെ മകനായ സാമ്പൻ്റെ പത്നിയുമാണ്. ഭഗവാനെ സംബന്ധിച്ച് ഇരുകൂട്ടരും ബന്ധുക്കളാണ്. ദുര്യോധനും അർജുനും കൂടി ദ്വാരകയിലെത്തിയപ്പോൾ ഭഗവാൻ നല്ല ഉറക്കത്തിലാണ്. ദുര്യോധനൻ തലക്കലിരുന്നു, അർജുനൻ കാൽക്കലിരുന്നു. ഉണർന്നെഴുന്നേറ്റ ഭഗവാൻ ആദ്യം അർജുനെ കാണും, കാരണം കാൽക്കലാണല്ലോ അർജുൻ ഇരിക്കുന്നത്. പിന്നീട് തലഭാഗത്തിരിക്കുന്ന ദുര്യോധനെ കാണും. ഇവരുടെ വരവിൻ്റെ ഉദ്ദേശമൊക്കെ ഭഗവാൻ അറിയാം. പക്ഷെ ഭഗവാൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ ആഗമന ഉദ്ദേശം? ഇരുകൂട്ടും പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധത്തിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാൻ പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു കൂട്ടർക്ക് വലിയ സന്നാഹങ്ങളുള്ള യാദവ സൈന്യത്തെ തരാം, മറുകൂട്ടർക്ക് നിരായുധനായ ആയുധമെടുക്കാത്ത ഞാനും വരാം. ഇത് കേട്ട് ദുര്യോധന വളരെ സന്തോഷിച്ചു. എന്താ, വലിയ സന്നാഹമാണ് യാദവ സൈന്യം, ആ സൈന്യത്തെ മതി എനിക്ക് എന്ന് ദുര്യോധനൻ പറഞ്ഞു. ഭഗവാനേക്കാളും ആയുധമെടുക്കാത്ത ഭഗവാൻ ഇതിന് കൊള്ളാം, എനിക്ക് സൈന്യത്തെ മതി എന്ന ആ ചിന്തയോടെ എനിക്ക് സൈന്യത്തെ മതി എന്ന് ദുര്യോധനൻ പറഞ്ഞു. എന്നാൽ ഭഗവാന്റെ ശക്തി മുഴുവൻ അറിയുന്ന അർജുനൻ വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ സ്വീകരിക്കുന്നു. പിന്നീട് നാം കാണുന്നത് എന്താ, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. അവിടെ ധാർത്തരാഷ്ട്രന്മാർ, ദുര്യോധനാദികളടങ്ങുന്ന ധാർത്തരാഷ്ട്രന്മാർ പരാജയപ്പെട്ടു, അവർ ഇല്ലാതായി. പാണ്ഡവർ വിജയിച്ചു. പാണ്ഡവരുടെ വിജയത്തിൽ ആ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അർജുനൻ്റെ പാർത്ഥൻ്റെ സാരഥിയായി ആ യുദ്ധത്തെ നയിച്ച, ആയുധമെടുക്കാതെ നയിച്ച പാർത്ഥസാരഥിയായ ഭഗവാന്റെ അനുഗ്രഹം, ആ യുദ്ധക്കളത്തിൽ ഭഗവാൻ സ്വീകരിച്ച ഉപായങ്ങൾ, സ്വീകരിച്ച നയങ്ങൾ, ഇത് ആ പാണ്ഡവരുടെ വിജയത്തിലേക്ക് എത്തിച്ചു. ഭഗവാന്റെ അദൃശ്യമായ കയ്യൊപ്പോടുകൂടി. കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞു. 36 വർഷം പിന്നിട്ടപ്പോൾ, പണ്ട് ഗാന്ധാരിയുടെ ശാപം ഉണ്ടായിരുന്നു. എന്താ, 36 വർഷം പിന്നിടുമ്പോൾ യാദവകുലം പരസ്പരം പോരടിച്ച് ഇല്ലാതാകുന്നു, സംഭവിക്കുകയാണത്. യാദവകുലം പരസ്പരം പോരടിക്കുന്നു, ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഭഗവാൻ അർജുനനെ ആളയച്ചു, അർജുന വരൂ, യാദവ സ്ത്രീകളെ രക്ഷിക്കൂ. അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അരകിലേക്ക് എത്തുമ്പോൾ അറിയുന്നത് എന്താ, തൻ്റെ ഗുരു, തൻ്റെ സഖാവ്, തൻ്റെ സഹോദരൻ, തൻ്റെ എല്ലാമായ ഭഗവാൻ കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ദുഃഖിതനായ അർജുനൻ അതേപോലെ സമാന ദുഃഖത്തിലിരിക്കുന്ന ഭഗവാന്റെ പിതാവ് വസുദേവരുമായി കുറച്ച് സമയം ചെലവഴിക്കുന്നു. തിരിച്ച് യാദവ സ്ത്രീകളെ കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഒരു വനമുണ്ട്. ആ വനത്തിൽ കൊള്ളക്കാർ വരെ തടഞ്ഞു, സ്വത്ത് തട്ടിയെടുക്കാൻ, യാദവ സ്ത്രീകളെ തട്ടിയെടുക്കാനൊക്കെ ആയിട്ട്. അർജുനൻ്റെ മനസ്സ് വിചാരിച്ചു, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭീഷ്മരടക്കം കർണനടക്കമുള്ള പ്രഗത്ഭരെ പരാജയപ്പെടുത്തി എനിക്ക് കൊള്ളക്കാരെന്താ? ആ ചിന്തയോടെ അർജുനൻ അവരുമായി പോരാടി. തൻ്റെ ഗാന്ധീവം ഉപയോഗിച്ചുകൊണ്ട് പോരാടി. പക്ഷെ അർജുനൻ അവിടെ പരാജയപ്പെടുന്നു. അവിടെ അർജുനൻ തിരിച്ചറിയുന്നു, ഭഗവാനില്ലെങ്കിൽ അർജുനനില്ല. തൻ്റെ ഇക്കാലം അത്രയും താൻ നേടിയ വിജയങ്ങൾ ആ ഭഗവാൻ, ആ സഖാവായി, സഹോദരനായി, സുഹൃത്തായി എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ നേടിയത്. ഭഗവത്ഗീത പറയുന്നുണ്ട്, യോഗേശ്വരനായ കൃഷ്ണനും ധനുർധനായ പാർത്ഥനും എവിടെയുണ്ടോ അവിടെ വിജയമുണ്ടാകും. പക്ഷേ ആയുധധാരിയായ പാർത്ഥൻ മാത്രം ഉണ്ടായാൽ വിജയമുണ്ടാകില്ല. അവിടെ യോഗേശ്വരനായ കൃഷ്ണൻ ഉണ്ടാകണം. മഹാഭാരതം നമ്മളെ കാണിച്ചു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്, മനസ്സിലാക്കി തരികയാണ്. നമ്മൾ എന്തൊക്കെ വിജയം നേടുന്നു, ആ വിജയത്തിൻ്റെ പിന്നിൽ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. ഈശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു വിജയവും ഉണ്ടാകില്ല. നാം നേടുന്ന വിജയങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അഹങ്കാരം കടന്നു വന്നാൽ അത് പരാജയത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുക എന്നത് മഹാഭാരതം വ്യക്തമായി വരച്ചു കാണിക്കുന്നു. നാം ചെയ്യേണ്ടത്, നമ്മൾ നേടിയെടുക്കുന്ന വിജയങ്ങൾ ഓരോന്നും ഈശ്വരപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവാന്റെ, ഈശ്വരൻ്റെ
ആ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിതൊക്കെ നേടാൻ പറ്റിയത് എന്ന മനസ്ഥിതിയോടുകൂടി ജീവിക്കണം, മുന്നോട്ട് പോകണം. ഇതാണ് മഹാഭാരതം കാണിക്കുന്നത്. വിജയങ്ങളിൽ നിന്ന് നേടുന്ന അഹങ്കാരത്തിന് മറുപടിയായി പലപ്പോഴും പല അടികളും നമ്മളടക്കം സ്വീകരിക്കേണ്ടി വരാറുണ്ട്. പല അടികളും നമുക്ക് കിട്ടാറുണ്ട്. മഹാഭാരതത്തിലും അത്തരത്തിലുള്ള അടികൾ രസകരമായ രീതിയിൽ അഹങ്കാരത്തിനുള്ള പ്രതിഫലനമായി കിട്ടുന്ന അടികളുമായി നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹം, നന്ദി.